ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരം നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. 47 വയസ്സായിരുന്നു ജോയിക്ക്. തകരപ്പറമ്പ് ഭാഗത്താണ് ഇന്ന് രാവിലെ 9 മണിയോടെ മൃതദേഹം പൊങ്ങിയത്. കണ്ടെടുത്ത മൃതദേഹം ജോയിയുടേതാണ് എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. മൃതദേഹം ജീർണാവസ്ഥയിലായ നിലയിലാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സും നാവികസേനയും ചേർന്ന് ജോയിക്കായി തെരച്ചിൽ ആരംഭിച്ചതിനിടെയാണ് കനാലിന്റെ മറ്റൊരു വശത്ത് മൃതദേഹം പൊങ്ങിയത്. കാണാതായി 46 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജോയിക്കായി 2 രാത്രിയും 2 പകലും നീണ്ട തെരച്ചിൽ നടത്തിയെങ്കിലും ജോയ് ഒഴുകിപ്പോയത് എങ്ങോട്ടാണ് എന്ന് വ്യക്തമായിരുന്നില്ല. 3ാം ദിവസമായ ഇന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ രാവിലെ തന്നെ തുടങ്ങിയിരുന്നു. ഇന്നലെ NDRFും ഫയർഫോഴ്സും സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല. രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം ജീവൻ പണയം വെച്ച് മലിനജലത്തിൽ മുങ്ങിയും നീന്തിയും മാലിന്യങ്ങൾ നീക്കിയും തെരച്ചിൽ നടത്തിയെങ്കിലും ജോയ് എവിടെ എന്ന് വ്യക്തമായിരുന്നില്ല. ആദ്യ ദിവസം രാത്രി നിർത്തിവെച്ച തെരച്ചിൽ ഇന്നലെ രാവിലെ 6:30യോടെ പുനരാരംഭിച്ചു. ക്യാമറ ഘടിപ്പിച്ച 2 റോബോട്ടുകൾ നടത്തിയ പരിശോധനയിൽ ജോയിയെ കാണാതായതിനു സമീപം 10 മീറ്ററോളം ഉള്ളിൽ മനുഷ്യന്റെ കാലുകൾ പോലുള്ള ദൃശ്യം കണ്ടത് പ്രതീക്ഷയുയർത്തിയിരുന്നു. എന്നാൽ സ്കൂബ സംഘത്തിന്റെ പരിശോധനയിൽ അത് മനുഷ്യനല്ല എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. സേനയുടെ ഭാഗമായ സ്കൂബ ടീം, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരടങ്ങിയ രക്ഷാസംഘം പല ഘട്ടങ്ങളിലായി റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലെ 120 മീറ്ററോളം നീളമുള്ള ടണലിൽ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യവും നീക്കാൻ ജലസേചന വകുപ്പിന്റെ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തും വെള്ളം കെട്ടി നിർത്തിയ ശേഷം തുറന്നുവിട്ടും ശ്രമം നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ മൃതദേഹം കനാലിന്റെ മറ്റൊരു വശത്ത് പൊങ്ങിയത്.